ഹരേ കൃഷ്ണ. ഏകാദശി വരുന്നു. ഓഗസ്റ്റ് 16 ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ്. ഈ ഏകാദശിക്ക് പറയുന്ന പേര് പവിത്ര ഏകാദശി അല്ലെങ്കിൽ പവിത്രോപന ഏകാദശി എന്നാണ്. ഈ ഏകാദശിക്ക് മറ്റൊരു പേരും കൂടിയുണ്ട്, പുത്രാദ ഏകാദശി എന്നാണ് ആ പേര്. ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഓഗസ്റ്റ് 15 രാവിലെ 10:26 മുതൽ ഓഗസ്റ്റ് 16 രാവിലെ 9:39 വരെയുള്ള സമയത്താണ്. ഏകാദശിയും മഹാദ്വാദശിയും ചേർന്ന് വരുന്ന ഓഗസ്റ്റ് 16 വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ച് ഏകാദശിയായി ആചരിക്കുന്നത്. ഏകാദശി ദിവസം നമ്മൾ പൂർണ്ണമായ ധാന്യഭക്ഷണങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള വ്രതമാണ് അനുഷ്ഠിക്കേണ്ടത്. ഒരു തരത്തിലുള്ള ധാന്യങ്ങളും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അരി, ഗോതമ്പ്, പയർ, കടല, തിന, അതുപോലെ തന്നെ ഓട്സ്, ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ധാന്യങ്ങളും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. പഴങ്ങളും പച്ചക്കറികളും നമുക്ക് കഴിക്കാം, പാല് കുടിക്കാം, മോര്, തൈര്, വെണ്ണ ഇതൊക്കെ ഉപയോഗിക്കാം. പക്ഷേ അരിഭക്ഷണമോ ധാന്യഭക്ഷണങ്ങളോ നമ്മൾ കഴിക്കാൻ പാടില്ല. മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക്, അതല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളുള്ള ആളുകൾക്ക് ആഹാരം കഴിച്ചുകൊണ്ട്, അതായത് വ്രതത്തിൽ അനുശാസിച്ചിരിക്കുന്ന ആഹാരം കഴിച്ചുകൊണ്ട് വ്രതമെടുക്കാം. ചായയും കാപ്പിയും ഒഴിവാക്കുകയാണെങ്കിൽ നല്ലത്. അതല്ല, അത് കഴിച്ചില്ലെങ്കിൽ നമുക്ക് തലവേദന എടുക്കും, നമ്മുടെ വ്രതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അങ്ങനെ തോന്നലുള്ളവർക്ക് അതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കും. ഇപ്പോൾ ഒരു ദിവസം 2, 3, 4 ചായ കുടിക്കുന്നവരാണെങ്കിൽ ഒരു ചായയിലേക്ക് ഒതുക്കി നമ്മുടെ ശരീരത്തെ ആ രീതിയിലേക്ക് കൊണ്ടുവരിക. കാരണം വ്രതം എടുക്കുക എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ ചായ കുടിക്കാതിരുന്നത് കൊണ്ട് നമ്മുടെ വ്രതം പകുതിക്ക് വെച്ച് ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് പോകരുത്. കുറേശ്ശെ ഇതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരിക. നമ്മുടെ ആരോഗ്യസ്ഥിതി നമുക്കേ അറിയുള്ളൂ, അതനുസരിച്ചിട്ട് മുമ്പോട്ട് പോവുക. പക്ഷേ ധാന്യഭക്ഷണങ്ങളോ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളോ ഒന്നും തന്നെ ഏകാദശി ദിവസം ഉപയോഗിക്കാൻ പാടില്ല. ഏകാദശി ദിവസത്തിൻ്റെ തലേ ദിവസം നമ്മൾ സാധാരണയായിട്ട് ഒന്നുകിൽ ഒരു നേരം അരിഭക്ഷണം കഴിച്ച് മറ്റു 2 നേരങ്ങളും പഴങ്ങളും പച്ചക്കറികളും കഴിച്ചിരിക്കാം. സന്ധ്യയ്ക്ക് മുമ്പ് ആഹാരം കഴിച്ചു നിർത്തുന്നതാണ് എപ്പോഴും നല്ലത്. അതല്ല, അന്നും നമുക്ക് വേണമെങ്കിൽ അരിഭക്ഷണം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ട് ധാന്യഭക്ഷണവും പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ട് പഴങ്ങളും പച്ചക്കറികളും കഴിച്ച് ഇരിക്കാം. അതൊക്കെ നമ്മുടെ ആരോഗ്യസ്ഥിതിയും മറ്റു സ്ഥിതികളും അനുസരിച്ച് ഇരിക്കുക. പക്ഷെ ഒരു നേരം നമുക്ക് അരിഭക്ഷണം കഴിക്കാമെന്ന് വിധിയുണ്ട്. പിറ്റേ ദിവസം, ഏകാദശി ദിവസത്തിൻ്റെ പിറ്റേ ദിവസം പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ നമ്മുടെ വ്രതം അവസാനിപ്പിക്കണം. ആ വ്രതം അവസാനിപ്പിക്കുന്ന സമയത്തെയാണ് പാരണാ സമയമെന്ന് പറയുന്നത്. എല്ലാ സ്ഥലങ്ങളിലെയും പാരണാ സമയം ഞാൻ പറയാം, അതായത് നമ്മൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത് അടുത്ത വീഡിയോ ആയിട്ടിടാം, അതെല്ലാവരും കേട്ടാൽ മതി. ഇനി ചില ദിവസ വ്യത്യാസങ്ങളുണ്ട്. അതായത് നമ്മൾ സ്ഥിരമായി പറയുന്ന സ്ഥലങ്ങളിൽ എല്ലാം തന്നെ വെള്ളിയാഴ്ച ദിവസം, അതായത് 16 തന്നെയാണ് ഏകാദശി. എന്നാൽ അമേരിക്കയിലും അതുപോലെ തന്നെ കാനഡ, ബ്രിട്ടീഷ് കൊളംബിയ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ 15 ഏകാദശി. ഓഗസ്റ്റ് 15 ഏകാദശി. അവർ പാരണ വീടേണ്ടത് 16 14 ഒരിക്കലുണ്ട്. 15 ഏകാദശി എടുത്ത് 16 പാരണ വീടണം. അടുത്ത വീഡിയോയിൽ ആ സ്ഥലങ്ങളിലെയും പാരണാ സമയം ഞാൻ പറയാം. അമേരിക്ക, ബ്രിട്ടീഷ് കൊളംബിയയിലെ സമയം നമ്മളോട് കഴിഞ്ഞ വീഡിയോകളിൽ അവിടെയുള്ള ഒരു കൃഷ്ണഭക്ത ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്. അവരെല്ലാവരും തന്നെ ഏകാദശി എടുക്കേണ്ടത് ഓഗസ്റ്റ് 15 14 ഒരിക്കലുണ്ടിട്ട് ഓഗസ്റ്റ് 15 ഏകാദശി, 16 പാരണ വീടുക. ഇനി ബാക്കി സ്ഥലങ്ങളായ കേരളം, തമിഴ്നാട്, അതായത് ഭാരതത്തിലുള്ള മുഴുവൻ സ്ഥലങ്ങളും, അതുപോലെ തന്നെ ദോഹ, കുവൈറ്റ്, ദുബായ്, അബുദാബി, ബഹ്റിൻ, സൗദി അറേബ്യ, ഷാർജ, ഒമാൻ, ഇത്രയും ഗൾഫ് രാജ്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പിന്നെ ജോർദാൻ, ഓസ്ട്രേലിയ, UK, പിന്നെ സിംഗപ്പൂർ, സാംബിയ, ന്യൂസിലാൻഡ്, മാലിദ്വീപ്സ്, അർമേനിയ, ചൈന, ഇസ്രയേൽ, ഇത്രയും സ്ഥലങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത്. ഒരു 32 സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ
16-ാം തീയതിയാണ് ഏകാദശി, 17-ാം തീയതി പാരണ വീടുക. ഈ അമേരിക്കയിലെ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ 15-ാം തീയതി, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എന്താണ് വ്രതകഥ? മഹിഷ്മതി എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്ത് മഹീജിത്ത് എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. ഈ രാജാവിന് പുത്രന്മാരില്ല. അദ്ദേഹം വളരെ ദാനശീലനായിരുന്നു, നല്ല രാജാവായിരുന്നു, ജനങ്ങളെ വളരെ സ്നേഹത്തോടു കൂടി നോക്കിക്കൊണ്ടിരുന്ന രാജാവായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പുത്രനില്ലാത്തതുകൊണ്ട് രാജ്യഭാരം കൊടുക്കാൻ ഒരാളില്ലാതാവുകയും തന്നെയല്ല തൻ്റെ മരണാനന്തര ക്രിയകൾ ചെയ്യാൻ ഒരാളില്ലാത്ത അവസ്ഥയിലേക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെ രാജാവിന് വലിയ ദുഃഖം തോന്നുന്നു. പ്രായമായി, ആ സമയത്ത് എന്ത് ചെയ്യുമെന്ന് അറിയാൻ മേലാത്ത ഒരവസ്ഥയിൽ അദ്ദേഹം തൻ്റെ മന്ത്രിമാരെയും മറ്റു പണ്ഡിതരെയൊക്കെ വിളിച്ചിട്ട് ഈ ദുഃഖം പങ്കുവെക്കുകയാണ്. ഞാൻ വളരെ സത്യസന്ധനാണല്ലോ, ദയാലുവാണല്ലോ, ദാനശീലനാണല്ലോ, എൻ്റെ ജനങ്ങളോടൊക്കെ ഞാൻ വളരെ സ്നേഹത്തോടു കൂടിയല്ലേ പെരുമാറുന്നത്, ദുഷ്ടന്മാരെയെല്ലാം ഞാൻ ശിക്ഷിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് എന്തുകൊണ്ടാണ് ഭഗവാൻ എനിക്ക് ഈ വിധി തന്നത് എന്നോർത്ത് ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരോടും ഇരുന്നിങ്ങനെ ആലോചിച്ചു എന്താണ് ഇതിലൊരു പരിഹാരമാർഗം. അങ്ങനെ ഒരു സന്യാസിയെ കാണാനായിട്ട് ഇവർ പോയി. ആ സന്യാസി എന്ന് പറയുന്നത് വളരെ പ്രാഗൽഭ്യമുള്ള ഒരു സന്യാസിയായിരുന്നു. ആ സന്യാസിയുടെ പേരെന്ന് പറയുന്നത് ലോമാഷ് എന്ന് പറയുന്ന ഒരു മുനിയായിരുന്നു. ഈ ലോമാഷ് മുനിയെ കാണാനായിട്ട് ഇവരെല്ലാവരും കൂടെ പോവുകയാണ്. അങ്ങനെ പോയി ചെന്നിട്ട് ആ മുനിയോട് പറഞ്ഞു, ഇതുപോലെ ഞങ്ങളുടെ രാജാവിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഞങ്ങളുടെ രാജാവ് വളരെ നല്ല രാജാവാണ്, പ്രജകളോടൊക്കെ വളരെ സ്നേഹമാണ്, പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊരു ദുരവസ്ഥ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ മുനി ആലോചിച്ചിട്ട് പറഞ്ഞു, ഈ രാജാവ് പൂർവ്വജന്മത്തിൽ ഒരു വൈശ്യനായിരുന്നു. വൈശ്യനെന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചവടക്കാരനായിരുന്നു. ഇയാൾ കച്ചവടം നടത്തുന്നതിനായിട്ട് ഒരു ഗ്രാമത്തിൽ നിന്നും മറ്റൊരു ഗ്രാമത്തിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് പൊക്കോണ്ടിരുന്നു. പക്ഷേ ഇയാൾ വളരെ ദരിദ്രനുമായിരുന്നു, എന്നാൽ ഇദ്ദേഹം വളരെ ദുഷ്ടനുമായിരുന്നു. അതായത് കച്ചവടത്തിലൊക്കെ വളരെ കണിശക്കാരനും ആളുകളുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് ഒരു ദയയില്ലാത്തൊരു മനുഷ്യനായിരുന്നു ഈ കച്ചവടക്കാരൻ. ഒരിക്കൽ ഇദ്ദേഹം ഒരു ജ്യേഷ്ഠമാസത്തിൽ ശുക്ലപക്ഷ മഹാദ്വാദശി ദിവസം ഉച്ചയ്ക്ക് ഇദ്ദേഹം ഇങ്ങനെ കച്ചവടം ചെയ്തുകൊണ്ട് പൊക്കൊണ്ടുന്ന സമയത്ത് ഭയങ്കരമായി ഇദ്ദേഹത്തിന് വിശക്കുകയും ദാഹിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കുളത്തിലേക്ക് വെള്ളം കുടിക്കാനായിട്ട് ചെന്നു. ആ സമയത്ത് ഒരു പശുക്കുട്ടി ആ കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കുകയായിരുന്നു. ആ പശു ഇണയുടെ അടുത്തേക്ക് പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന ആ ഒരു പശുവായിരുന്നു. ആ പശു വെള്ളം കുടിച്ച സമയത്ത് ഈ പശുവിനെ ആട്ടി ഓടിച്ചു വിട്ടിട്ട് ഇയാൾ വെള്ളം കുടിച്ചു. അങ്ങനെ ആ പശുവിന് വെള്ളം കുടിക്കാൻ പറ്റിയില്ല. പശുവിൻ്റെ വെള്ളം കുടി മുട്ടിച്ച ആളാണ് കഴിഞ്ഞ ജന്മത്തിൽ ആര്? ഇയാൾ. അങ്ങനെ ആ പശുവിൻ്റെ വെള്ളം കുടി മുട്ടിച്ച ആ പാപത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് അദ്ദേഹത്തിന് ഒരു പുത്രനില്ലാതെ വരുന്നത്. നമ്മുടെ ഹിന്ദുമത വിശ്വാസപ്രകാരം നമ്മൾക്ക് പുത്രൻ എന്ന് പറയുമ്പോൾ നമ്മളെ പരിപാലിക്കുന്നു എന്നുള്ളത്, വയസ്സുകാലത്ത് നമ്മൾക്ക് വേണ്ട സംരക്ഷണങ്ങൾ നൽകുന്നു എന്നതിനേക്കാൾ ഉപരി നമ്മളെപ്പോഴും നമ്മുടെ ഹിന്ദുമത വിശ്വാസം അനുസരിച്ചിട്ട് മരണാനന്തര ക്രിയകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ പുത്രനെ കൊണ്ടാണ് നമ്മൾ മരണാനന്തര ക്രിയകൾ ചെയ്യിപ്പിക്കുന്നത്. അതില്ലെങ്കിൽ നമ്മുടെ ആത്മാവിന് മോക്ഷം ലഭിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു പ്രവൃത്തിക്ക് പോലും ആളില്ലാതായി പോയി അയാളുടെ ആ പ്രവൃത്തി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കും എന്തുകൊണ്ടാണ് നമുക്ക് ഈ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന്. നമ്മുടെ ഈ ജന്മത്തിലെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, മുൻ ജന്മങ്ങളിലെ പ്രവർത്തനങ്ങളും നമ്മളെ സ്വാധീനിക്കും. അതുകൊണ്ടാണ് തീരെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചിലപ്പോൾ വലിയ ദുഃഖങ്ങളിലേക്കൊക്കെ പോകുന്നത്. അതൊക്കെ നമ്മൾ ആലോചിക്കുക. അപ്പോൾ ആ രീതിയിലാണ് ഈ രാജാവിന് ഈ ജന്മത്തിൽ കുട്ടികൾ ഉണ്ടാവാതിരുന്നത്. അതുകൊണ്ട് ഈ ലോമാഷ് മുനി ഒരു പ്രതിവിധി പറഞ്ഞു കൊടുത്തു. ഏതൊരു കാര്യത്തിനും നമുക്കൊരു പ്രതിവിധിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഈ പുത്രദ ഏകാദശി അല്ലെങ്കിൽ പവിത്ര ഏകാദശി, പൗത്രോപന ഏകാദശി ഉപവസിച്ച് വ്രതമെടുക്കുക, ദാനം ചെയ്യുക, പാലും വെണ്ണയും ദാനം ചെയ്യുക, പാലും വെണ്ണയും ഭഗവാന് സമർപ്പിക്കുക, പാലും വെണ്ണയും കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുക. ഇങ്ങനെ ഉപവസിച്ച് വിധിയാവണ്ണം ഈ ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ പുത്രദ ഏകാദശി അല്ലെങ്കിൽ പൗത്രോപന ഏകാദശി, പവിത്ര ഏകാദശി എടുത്താൽ തീർച്ചയായിട്ടും രാജാവിന് പാപമോചനം ലഭിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം മന്ത്രിമാർ രാജാവിനെ അറിയിക്കുന്നു. രാജാവ് അതേപോലെ തന്നെ ചെയ്യുന്നു. അങ്ങനെ രാജാവിന് പുത്രൻ ഉണ്ടായി എന്നാണ്
കഥ പറയുന്നത്. ഇത് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്ത കഥയാണ്. അതുകൊണ്ട് വളരെ പ്രത്യേകതയുള്ള പാപമോചനത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഏകാദശിയാണ് ഈ ഏകാദശി. അപ്പോൾ നമ്മുടെ പാപം കൊണ്ട് നമുക്കോ നമ്മുടെ അടുത്ത തലമുറകൾക്കോ യാതൊരു ദോഷവും ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിരന്തരമായി ഏകാദശി വ്രതങ്ങൾ എടുക്കുന്നത് വളരെ ഉത്തമമാണ്. ഏകാദശി ദിവസം പരമാവധി സമയം ഹരിഭജനം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. ഇപ്പം നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളൊക്കെ ഉപേക്ഷിച്ച്, ധാന്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് നമ്മുടെ മനസ്സും ശരീരവും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ നിരന്തരം ഹരിഭജനം നടത്തിയാൽ തീർച്ചയായിട്ടും അതിൻ്റെ പുണ്യം നമുക്കും നമ്മുടെ കുടുംബത്തിനും ഉണ്ടാകുമെന്നുള്ളത് 100% ഉറപ്പാണ്. പരമാവധി സമയം നാമം ജപിക്കുക. ഈ ഏകാദശിക്ക് പാലും വെണ്ണയും ഭഗവാന് നൈവേദ്യമായിട്ട് കൊടുക്കുന്നതും ദാനം ചെയ്യുന്നതും വളരെ നല്ലതാണ്. കുട്ടികളില്ലാത്ത ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ കുട്ടികളുണ്ട്, അവരുടെ ആയുസ്സിനും ആരോഗ്യത്തിനും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറുന്നതിനൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകൾ കാണും. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ചിലപ്പം പഠിക്കാൻ ബുദ്ധിമുട്ട് കാണും, അതല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന ആളുകൾ കാണും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കുറുമ്പൊക്കെയുള്ള കുട്ടികളൊക്കെ കാണും. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു നല്ല സ്വഭാവത്തിന് വേണ്ടിയിട്ടും, ഇനി കുഞ്ഞുങ്ങളില്ല, ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ളവരും. പിന്നെ അവരവർക്കറിയാമല്ലോ നമ്മൾ ഈ ജന്മത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, അതിൻ്റെ ഫലം കുഞ്ഞുങ്ങൾക്ക് വരാതിരിക്കാനും, നമ്മുടെ മുൻജന്മത്തിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാപഫലം നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കാതിരിക്കാനും ഒക്കെ തന്നെ ഈ ഏകാദശി വ്രതം എടുക്കുന്നത് വളരെ ഉത്തമമാണ്. പാലും വെണ്ണയും ഭഗവാന് നൈവേദ്യം വെക്കുക. ഉണ്ണികൃഷ്ണൻ്റെ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ആ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക. കുഞ്ഞുങ്ങൾക്ക് പാലും വെണ്ണയും കൊടുക്കുന്നത്, ദാനം ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഏകാദശി വ്രതം എടുക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ ഏകാദശിക്ക് എന്ത് വിഭവങ്ങൾ ഉണ്ടാക്കിയാലും ആ വിഭവം ഭഗവാൻ ഒന്ന് നൈവേദ്യമായിട്ട് വെച്ചിട്ട് അത് പ്രസാദമായിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും വിഭവങ്ങൾ ഭഗവാൻ ഒന്ന് നൈവേദ്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതും വളരെ വിശേഷമാണ്. ഏകാദശി വിഭവങ്ങളുടെ വീഡിയോകൾ നമ്മുടെ സെക്കൻഡ് ചാനലിലുണ്ട്. അതേ രീതിയിലും അതല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന രീതിയിലുമൊക്കെ എന്തെങ്കിലും ഒന്ന് സ്പെഷ്യലായിട്ടെങ്കിലും ഭഗവാൻ ഒന്ന് ഉണ്ടാക്കി ഒരു നൈവേദ്യം വെക്കുന്നതും വളരെ വിശേഷമാണ്. എന്ത് കഴിച്ചാലും നിങ്ങളത് ഭഗവാനെ സമർപ്പിച്ചിട്ട് കഴിക്കുക. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. പിന്നെ ഈ വീഡിയോ കാണുന്ന ഞാനിപ്പോൾ വായിച്ച സ്ഥലങ്ങളല്ലാതെ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലുള്ള ആളുകളുണ്ടെങ്കിൽ അവർ കമൻ്റ് ഇട്ട് ചോദിച്ചാൽ മതി. മരണാസമയം അവർക്ക് അറിയണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ അവരുടെ മരണാസമയവും കൂടി ഉൾപ്പെടുത്താം. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, മറുപടി പറയാം. എനിക്കറിയാവുന്നതാണെങ്കിൽ എല്ലാവരും നാമം ജപിക്കുക. അതുപോലെ രാമായണം സീരീസ് അത് എല്ലാവരും കേൾക്കണം. കഥാരൂപത്തിലുള്ളത് പ്ലേലിസ്റ്റിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഇതുവരെയുള്ള ഇതുമനുസരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ 31-ാം തീയതി കൊണ്ട് തീർക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു രാമായണ ഭാഗം. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. പക്ഷേ വളരെ ലോങ് വീഡിയോ ആയിരിക്കും, ചിലപ്പോൾ 1-2 വീഡിയോകളായിട്ടായിരിക്കും ചെയ്യുന്നത്. കാരണം അത് തീർക്കണം രാമായണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഭഗവാൻ എങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പം തന്നെ നല്ല പനിയാണ്. അത് കഴിഞ്ഞിട്ട് ഉത്തരരാമായണമുണ്ട്. അത് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടോളൂ. ഉത്തരരാമായണം കേൾക്കണമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഉത്തരരാമായണവും കൂടെ പറയാം. കേൾവിക്കാരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. കാരണം ഒരു 5-10 പേര് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഏതൊരാളായാലും നമ്മളിപ്പോൾ ഒരു സദസ്സിലിരുന്ന് ഒരു കഥ പറയുന്നു, കേൾവിക്കാരെല്ലാം എഴുന്നേറ്റ് പോവുകയാണ്, ആരും കേൾക്കാനില്ല, ആർക്കും താല്പര്യമില്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഉത്തരരാമായണം കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക. അതുപോലെ തന്നെ ഓരോ വീഡിയോയും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ഇട്ട് പറയുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. എല്ലാ കമൻറ്റുകൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറയാറുണ്ട്. ഏതെങ്കിലും വിട്ടുപോയാൽ മാത്രമേ ഉള്ളൂ പ്രശ്നം. അതൊന്നും കൂടെ ഒന്ന് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി പറയാറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. നിങ്ങളെല്ലാവരും നാമം ജപിക്കുക. നമ്മുടെ രാജ്യത്തിന് അതാണ് ഇപ്പോൾ ഏറ്റവും ആവശ്യമെന്ന് പറയുന്നത്. അറിയാലോ എന്തോരം പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കലിയുഗമാണ്. നാമം ചെല്ലുന്നത് മാത്രമേ ഉള്ളൂ ഈ കലിയുഗത്തിൽ ആകെയുള്ള പ്രതിവിധി എന്ന് നിങ്ങൾ അറിയുക. മറ്റൊന്നുമല്ല. മറ്റ് യുഗങ്ങളിലൊക്കെ തന്നെ യാഗങ്ങൾക്ക് പ്രാധാന്യം കൂടുതലുണ്ടായി. നമ്മൾ രാമായണവും മഹാഭാരതവും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം എപ്പോഴും നമ്മൾ അതിനകത്ത് പറയും ആ മഹർഷി യാഗം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, മഹർഷികൾ യാഗം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇങ്ങനെ പറയും. കാരണം അന്നത്തെ കാലത്ത്
യാഗങ്ങൾക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം. പക്ഷേ കലിയുഗത്തിൽ യാഗങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം നാമജപത്തിനാണ്. പ്രത്യേകിച്ച് കൂട്ടം കൂടി ഇരുന്ന് ജപിക്കുന്ന അഖണ്ഡ നാമജപത്തിന്. അതുകൊണ്ടാണ് ഇന്ന് ഭാഗവത യജ്ഞങ്ങളും അഖണ്ഡ നാമജപവും ഒക്കെ നടത്തുന്നത്. കാരണം നാമജപത്തിന് കലിയുഗത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അപ്പം എല്ലാവരും നാമം ജപിക്കുക, നാമം ജപിക്കാൻ ശീലിക്കുക. വെറുതെ ഇരിക്കുന്ന സമയത്ത് ജപിച്ചുകൊണ്ടേ ഇരിക്കുക, പ്രാർത്ഥിക്കുക. അതുകൊണ്ട് നമുക്ക് ഒരു ദോഷം ഉണ്ടാകാൻ പോകുന്നില്ല, ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കൂ, എനിക്കറിയാവുന്നത് പോലെ പറയാം. ഹരേ കൃഷ്ണ.